അടുത്തൊരു യാത്ര അതൊരു എന്താണ് പറയുക നിഗൂഢമായ ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ വലിയ നിഗൂഢത ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ആ റിപ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മലനിരകളും മനോഹരമായ പുഴകളുമൊക്കെയുള്ള സ്ഥലമാണ് ചിറ്റാർ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ താഴ്വരയിൽ നിഗൂഢമായൊരു തുരങ്കമുണ്ട് അവിടെ. അതിപ്പോൾ പക്ഷേ ഇരുമ്പ് വേലി കൊണ്ട് അതിൻ്റെ വായൊക്കെ അടച്ച ഒരു നിലയിലാണ്. പക്ഷേ ആ തുരങ്കത്തിന് അകത്ത് ഭയങ്കരമായ ഇരുട്ടാണ്. ആ ഇരുട്ട് മറക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ ഒരു പക്ഷേ ആ വഴിയെ കടന്നു പോകുന്ന ആരും ഒന്ന് ചിന്തിച്ചു പോകും. അപ്പോൾ അങ്ങോട്ട് എന്താണ് പറയുക, ഇതിങ്ങനെ അടച്ചത് കൊണ്ട് തന്നെ തുരങ്കത്തിനകത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയില്ല. എന്നാലും ചിറ്റാറിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാനുള്ള മനോഹരമായൊരു ബാൽക്കണി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രീധർ ശ്രീകുമാരനാണ് ഇന്ന് ചിറ്റാറിലേക്ക് യാത്ര പോകുന്നത്. നമുക്കും പിന്നാലെ പിടിക്കാം. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ചിറ്റാർ സീതത്തോടാണ്. പ്രകൃതി അനുഗ്രഹിച്ച സൗന്ദര്യം ഉള്ള നാടാണ് സീതത്തോടും ചിറ്റാറൊക്കെ. പക്ഷേ ഇത് പ്രകൃതിയിൽ നിന്ന് മനുഷ്യനുണ്ടാക്കിയ ഒരു തുരങ്കത്തിൻ്റെ കഥയാണ്. KCBയുടെ കീഴിലാണ് ആ തുരങ്കമുള്ളത്. ആ വിശേഷങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. മൂഴിയാറിൽ നിന്ന് കക്കാട് പവർ സ്റ്റേഷനിലേക്ക് വെള്ളം പൈപ്പ് വഴി കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് ഈ ടണൽ നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും കിലോമീറ്ററുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ആർക്കും അതിൻ്റെ ദൂരം വ്യക്തമായ ധാരണ പോരാ. പക്ഷേ ഒരു മനോഹരമായ കാഴ്ചയാണ്. അതിനപ്പുറത്തേക്ക് ഒരു അത്ഭുത കാഴ്ചയാണ്. വർഷങ്ങൾക്ക് മുൻപ് എത്ര തൊഴിലാളികൾ അവരുടെ ചോര നീരാക്കിക്കൊണ്ടായിരിക്കും ഇത് പണിഞ്ഞിട്ടുണ്ടാവുക. അന്ന് ഇത്ര അധികം യന്ത്രസാമഗ്രികളൊന്നുമില്ലല്ലോ. എന്തായാലും ഈ കാഴ്ച ഞങ്ങൾ വഴിയരികിൽ വരുന്ന സമയത്ത് നമ്മളവിടുത്തെ പ്രാദേശിക ലേഖകൻ റെനിയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നി. അതിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. അതിനകത്തേക്ക് എന്തായാലും കയറി നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അനുവാദമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ഇവിടെ ഗേറ്റോ ഇങ്ങനൊരു പൂട്ടോ താക്കോലോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം, ഈ ആളുകളൊക്കെ ഇതിനകത്തേക്ക് പ്രവേശിക്കുക, അത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് KCB കൃത്യമായ രീതിയിൽ അതിക്രമിച്ച് കടന്നാൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ് ഒരു ഗേറ്റ് അടക്കം സ്ഥാപിച്ച് ഒരു പൂട്ട് വെച്ച് അത് പൂട്ടിയിട്ടിരിക്കുന്നത്. എന്തായാലും കാഴ്ചകളൊക്കെ അതിനകത്ത് ഒരുപാട് ഉണ്ടാകാം. പക്ഷേ കുറച്ച് അപകടമാണ്. തീർത്തും വെളിച്ചമൊന്നുമില്ല. പക്ഷേ വേനൽക്കാലത്തൊക്കെ ആളുകൾ പണ്ട് വെള്ളം ശേഖരിക്കാനൊക്കെ ഇതിനകത്തേക്ക് പോയിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഞങ്ങളിവിടെ ഒരു 20-25 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. ഒരു റൈഡിൻ്റെ ഭാഗമായിട്ട് ഈ റൂട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വഴി കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റ്, പോകാൻ തോന്നുന്നില്ല. ആ ഒരു രീതിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, സൂപ്പർ. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇവിടെ വന്നിരിക്കാറുണ്ട്. നല്ല വ്യൂ, കാറ്റ്, തണുപ്പ്, ഭംഗിയാണ്. അത് കാണാൻ എപ്പോഴും വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വരും. ഈ ഹൊറർ സിനിമക്കാർക്കൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ത്രില്ലർ സിനിമക്കാർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ്. പക്ഷേ KCBയുടെ അനുവാദം വേണം. സർക്കാർ വക പ്രോപ്പർട്ടിയാണ്. എന്തായാലും അത്ഭുത കാഴ്ചയാണ്. ആ കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ 24 കൂട്ടിക്കൊണ്ടുപോയത്. അടുത്ത ദിവസം മറ്റൊരു സ്ഥലവുമായി അല്ലെങ്കിൽ മറ്റൊരു വിശേഷവുമായി കാണാം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണ്ണിനും റെനി ചിറ്റാറിനുമൊപ്പം ശ്രീധർ ശ്രീകുമാരൻ, ടീം 24, പത്തനംതിട്ട.
അപ്പോൾ അത് പൊളിയാണ്. ചിറ്റാറിലേക്കുള്ള യാത്ര അത് ആസ്വദിക്കാൻ ഒരുപാട് വിഭവങ്ങൾ അവിടെ ഉണ്ട് എന്ന കാര്യം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായല്ലോ. എന്തായാലും ആ ഗുഹയ്ക്കകത്ത് എന്താണോ എന്നറിയാനുള്ള ആകാംക്ഷ അതിപ്പോഴും ഉണ്ട്. തൽക്കാലം അതിനകത്ത് കയറാൻ നോക്കണ്ട, അവിടെ അത് റെസ്ട്രിക്റ്റഡ് ആണ് എന്ന കാര്യം ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അവിടെ പോകുമ്പോൾ വേറൊരു ആംബിയൻസ് ആണ്, വേറൊരു സുഖമാണ്, അത് ആ യാത്രയിൽ നിന്ന് വ്യക്തവുമാണ്.